ഹായ്, നമുക്ക് കുറച്ച് ഹെയർ തിയറി നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഹെയറിന് 3 ലെയർ ആണെന്നുള്ളത്. ഏറ്റവും നടുക്കുള്ളൊരു മിഡുല എന്ന് പറയുന്ന ലെയർ ഉണ്ട്, പിന്നെ അതിന് ചുറ്റുമായിട്ടൊരു കോർട്ടെക്സ്, പിന്നെ ക്യൂട്ടിക്കിൾ, അങ്ങനെ 3 ലെയേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു ഹെയർ ഡ്രസ്സർ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ലെയറും കൂടെ ഉണ്ട്, അതായത് സർഫസ് എന്ന് പറയുന്ന ലെയർ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനായിട്ടുള്ള സീബവും സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനായിട്ടുള്ള സ്വെറ്റും കൂടെ ചേർന്നിട്ട് ഒരു ഹൈഡ്രോ ലിപ്പിഡ് ലെയറാണ്. അപ്പം ഇതാണ് നമ്മുടെ മുടീനെ ഡ്രൈനസ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ക്യൂട്ടിക്കിളാണ്. ക്യൂട്ടിക്കിൾ നമ്മളിപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ചെതുമ്പലൊക്കെ ഉള്ള മീൻ എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ചെതുമ്പലില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പിലിരിക്കുന്നതാണ് ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞത്. അതായത് ട്രാൻസ്പെറൻറ്റ് ഓവർലാപ്പിംഗ് സ്കെയിൽസ് എന്നാണ് പറയുന്നത് ക്യൂട്ടിക്കിളിനെ. അത് നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയറാണ്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 മുതൽ 12 വരെ ക്യൂട്ടിക്കിൾ ലെയേഴ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഉള്ളിലുള്ള ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ലെയറാണ്. അപ്പോൾ ഈ കോർട്ടെക്സിനെയാണ് നമ്മൾ ഹാർട്ട് ഓഫ് ദ ഹെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഹെയറിൻ്റെ ഒരു 80 to 90% കോർട്ടെക്സ് ആണ്. അപ്പം ഈ കോർട്ടെക്സിനകത്താണ് നമ്മുടെ ഹെയറിൻ്റെ ബോണ്ടുകൾ, അതേമാതിരി തന്നെ നമ്മുടെ ഹെയറിന് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ്സ്, പിന്നെ കെരാറ്റിൻ ചെയിൻസ്, ഇങ്ങനെയുള്ള എല്ലാം അടങ്ങിയിട്ടുള്ളത് ഈ കോർട്ടെക്സ് ലെയറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹെയറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ഓഫ് ദ ഹെയർ എന്ന് കോർട്ടെക്സിനെ പറയുന്നത്. നമ്മുടെ ഹെയർ ഡ്രസ്സേഴ്സ് ചെയ്യുന്ന എല്ലാ സർവീസുകളും നമ്മുടെ കോർട്ടെക്സ് ലെയറിലാണ്. അതായത് നമ്മുടെ പിന്നെ കെമിക്കൽ സർവീസസ്, സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, റീബോണ്ടിങ് പോലെയുള്ള സർവീസസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പണ്ട് കെരാറ്റിൻ സർവീസ് ചെയ്തിരുന്നു. കെരാറ്റിനൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ക്യൂട്ടിക്കിളിൻ്റെ പുറമെയാണ് അത് പോളിഷ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമുക്ക് ബോട്ടോക്സ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വന്നത്. അപ്പോൾ ഈ ബോട്ടോക്സ് ഒക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നത് കോർട്ടെക്സ് ലെയറിലാണ്. പിന്നെ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം ഈ കോർട്ടെക്സ് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർട്ടെക്സിലാണ് നമ്മുടെ ഹെയറിൻ്റെ ബോണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോണ്ടിലാണ് നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലുക്കിലോട്ട് നമുക്ക് ഹെയറിനെ കൊണ്ടുവരാൻ പറ്റുന്നത്. നമ്മുടെ കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് കോർട്ടിക്കൽ സെൽസ് വെച്ചിട്ടാണ്. ഈ കോർട്ടിക്കൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളമുള്ള സെൽസാണ്. അതായത് ഏകദേശം ഒരു 2 to 5 മൈക്രോമീറ്റേഴ്സ് അതിന് ഒരു വിഡ്ത്തും ഒരു 100 മൈക്രോമീറ്റേഴ്സ് നീളവുമുള്ള സെൽസാണ് കോർട്ടിക്കൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർട്ടിക്കൽ സെൽസിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ കോർട്ടിക്കൽ സെൽസിലും മാക്രോ ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ മാക്രോ ഫൈബ്രിൽസിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ഫൈബേഴ്സ് ഉണ്ടാവും. അതിനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോ ഫൈബ്രിൽസ് ഉണ്ടാവും. ഈ പ്രോട്ടോ ഫൈബ്രിൽസിൻ്റെ അകത്താണ് നമുക്ക് കെരാറ്റിൻ ചെയിൻസ് ഉള്ളത്. അതായത് ഓരോ പ്രോട്ടോ ഫൈബ്രിലിൻ്റെ അകത്തും നമുക്ക് ഏകദേശം ഒരു 4 കെരാറ്റിൻ ചെയിൻ ആണുള്ളത്. അപ്പം ഈ കെരാറ്റിൻ ചെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം കെരാറ്റിനകത്ത് ഏകദേശം 21 അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഹെയറിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ കെരാറ്റിൻ ചെയിൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഡൈസൾഫൈഡ് ബോണ്ടാണ് നമ്മുടെ ഹെയറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് പെപ്റ്റൈഡ്സ് ആൻഡ് പോളിപെപ്റ്റൈഡ് ബോണ്ടുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഏത് ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ കെരാറ്റിൻ ചെയിനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം പലരും പറയുന്നുണ്ട് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്, ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്, ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നാച്ചുറൽ അല്ല, ഓർഗാനിക്കും ഒന്നുമല്ല. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് തന്നെയാണ് എല്ലാം. നമ്മളുടെ ബോട്ടോക്സ് ആണെന്നുണ്ടെങ്കിലും നാനോപ്ലാസ്റ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഈ കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഷേപ്പിനെ പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സെമി പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ കെരാറ്റിൻ ചെയിനിലിരിക്കുന്ന നമ്മുടെ ഡൈസൾഫൈഡ് ബോണ്ടിനെ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിനെ, പെപ്റ്റൈഡ് ബോണ്ടുകളെ എങ്ങനെയൊക്കെ റീഷേപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പണ്ട് മുതലേ ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊരു സംശയമുണ്ട്, സ്മൂത്തനിങ് ആണ് നല്ലത്, പിന്നെ സ്ട്രെയിറ്റനിങ് ആകുമ്പോഴത്തേക്കും കുറച്ച് കെമിക്കൽ യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. പക്ഷേ ഈ 3 ട്രീറ്റ്മെൻറ്റിനും യൂസ് ചെയ്യുന്നത് സെയിം ക്രീം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ലോറിയലിലാണെങ്കിലും വെല്ലയിലാണെങ്കിലും ഷോസ്കോഫിലാണെങ്കിലും നമുക്ക് ഈ 3 ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. അവർ പറയുന്ന പേര് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ലോറിയലിലാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻസോ ഓലിയോ ഷേപ്പ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് ഉള്ളത്. ഈ 3 ട്രീറ്റ്മെൻറ്റും, അതായത് സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, റീബോണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കെരാറ്റിൻ എന്ന് പറയുന്നത്.
അപ്പോൾ കെരാട്ടിൻ എന്ന് പറയുമ്പം ആദ്യം നമുക്കെല്ലാം ഒരു പേടിയായിരുന്നു, ഇതിനകത്ത് ഫോർമൽഡിഹൈഡ് ഉണ്ട്, അതിപ്പം കാർസിനോജനാണ്, അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ് ക്യാൻസർ ഉണ്ടാവും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ ഫോർമൽഡിഹൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരത് ഉപയോഗിക്കാതെയായി. പിന്നെ അതിനുശേഷം പിന്നെ ഒരുപാട് റിസർച്ചസിനൊക്കെ ശേഷമാണ് നമുക്ക് കെരാട്ടിൻ പിന്നെയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗോദ്രേജ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ബ്രാൻഡ് പിന്നെയും നമുക്ക് കെരാട്ടിൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കമ്പാരിറ്റീവ്ലി സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റും ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഹെയർ ഡ്രസ്സറിന് 100% സേഫ് അല്ല. നമ്മൾ ബാക്കി പണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ സേഫാണ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഒരു ഫാമിലിയിൽ വരുന്നതാണ്. അതായത് കെരാട്ടിൻ, ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ എല്ലാം. ഇതിനെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ചേഞ്ച് ആകുകയും ഇതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസം വരും ഇത് ചെയ്യുന്ന പ്രൊസീജിയറിൽ. കെരാട്ടിന് ശേഷം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് US നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്രോഡക്റ്റ് ആയിരുന്നു. കേരളത്തിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. അത് ഏകദേശം ഒരു 40 വാഷസ് ഒക്കെ ലാസ്റ്റ് ആയിരുന്നു, 40 to 45. പിന്നെ നമുക്ക് ഇതേ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് ഇന്ത്യയിലും പ്രോഡക്റ്റ് അവൈലബിൾ ആവാൻ തുടങ്ങി. അതായത് നമുക്ക് ഒരു കെവിൻ കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവർ പുതുതായിട്ട് ക്രോണെ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ പ്രോ ബോട്ടോക്സ് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് ചെയ്യുമ്പോഴും നമുക്ക് ഇതേമാതിരി ഷൈനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടാൻ തുടങ്ങി. ഹെയറിൻ്റെ ഡാമേജസ് എല്ലാം കറക്റ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് അവർ വന്നത്. അപ്പം ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ ഏകദേശം ഒരു 150ഓളം സയൻറ്റിസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുമ്പം അത്രയും പേരുടെ എഫേർട്ട് ഉണ്ടാവും, അവരുടെ നോളജ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അവർ പുതിയൊരു പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വന്ന് പറയുകയാണ്, ഇപ്പം എൻ്റെ റിസർച്ചിൻ്റെ ഫലമായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു പ്രോഡക്റ്റാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കൊരു കസ്റ്റമർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യമായിരിക്കും അത് എന്നുള്ളത്. പിന്നെ നമുക്ക് ഈ ബോട്ടോക്സ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്രസീലിൽ നിന്നും പ്രോഡക്റ്റ് വരാൻ തുടങ്ങി. ഈ ബ്രസീലിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീലിയൻ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോഴ്സ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും, തിക്കാണ്, റിബലിയസ് ഹെയർ ആയിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ട് ടു മാനേജ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഹെയറിലെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് ബ്യൂട്ടി എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു കമ്പനി കുറേ കാലമായിട്ട് ഈ മാർക്കറ്റിൽ അവർ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അവരാണ് നമുക്ക് ക്യാപ്കോ, അതുമാതിരി കോപ്പകബാന, ബ്രസീലിയൻ ബോട്ടോക്സ് അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരുന്നത്. അതിന് ഏകദേശം നമുക്കൊരു 70 വാഷസ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനകത്തും നമുക്ക് ഗ്ലയോക്സിലിക് ആസിഡ് അല്ല, ഗ്ലയോക്സിലിക് ആസിഡിന് പകരം ടാനിക് ആസിഡാണ് കൂടുതലായിട്ടും ഇവർ ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് വേണം എന്നുണ്ടെങ്കിലാണ് നമുക്ക് നാനോപ്ലാസ്റ്റിയ പോലുള്ളൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നാനോപ്ലാസ്റ്റിക്ക് തന്നെ നമുക്ക് പല റേഞ്ചിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അതായത് നമുക്കൊരു നോർമൽ റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, പിന്നെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്. പ്രീമിയം എന്ന് പറയുമ്പം ഇതിൻ്റെ വില മാത്രമല്ല, അതിൻ്റെ ഇൻഗ്രീഡിയൻസും കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഷൈൻ കൂടുതലായിരിക്കും, അതിൻ്റെ ഒരു റിപ്പയറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു നാനോപ്ലാസ്റ്റിയ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രീമിയം ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡാണ് പ്രൈം ബയോടാനിക്സ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 90 വാഷസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ പ്രോഡക്റ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർട്ടെക്സിനകത്തുള്ള കെരാട്ടിൻ ചെയിൻ്റെ അകത്താണ്. ഇപ്പം ഇതിനകത്തുള്ള ടാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഡോണറാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഡൈസൾഫൈഡ് ബോണ്ടിനെ അതിനെ റീഷേപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടുന്നത്. നമുക്കുള്ള ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് സ്കാൽപ്പിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അതിനുശേഷം ആണ് നമ്മുടെ അയണിങ് പ്രൊസീജിയർ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പലർക്കും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെമിക്കൽ ഫ്രീ ആണോ, നാച്ചുറൽ ആണോ, അങ്ങനെയൊക്കെയുള്ള പല ധാരണകളും പലർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റും കെമിക്കൽ ഫ്രീ അല്ല, എല്ലാത്തിലും കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെഡിസിൻ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊന്നും ഒരു മെഡിസിനും ഇവർ ആഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ, ഹെയറിൻ്റെ ക്യൂട്ടിക്കിൾ തുറന്ന് അതിൻ്റെ അകത്തോട്ടുള്ള കോർട്ടെക്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോർട്ടെക്സിൻ്റെ അകത്ത് കയറിയിട്ട് ഇത് മുടിയുടെ ഷേപ്പിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്.
പിന്നെ നമുക്ക് ഇത് ഹെയറിൻ്റെ ഷാഫ്റ്റിലാണ് ചെയ്യുന്നത്, റൂട്ടിലും നമ്മൾ മസാജ് ഒന്നും ചെയ്യുന്നില്ല ഇതിന്. ഇതൊരു 100% ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതുകൊണ്ട് ഒരിക്കലും നമുക്ക് എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് വരാൻ പോകുന്നില്ല.